നോക്കി പേടിപ്പിക്കണ്ട വാ, ഞാൻ കാര്യമൊക്കെ അറിഞ്ഞു. ചുമ്മാ എക്സ്പ്രഷൻ ഇട്ട് ചാവണം. അല്ല കാര്യം കണ്ണൂട്ടി നോക്കണ്ട. ഇവിടെ നിന്ന് കണ്ണൂട്ടി കൊണ്ടുവന്ന ഇപ്പൊ എല്ലാരും വരും. അമൽ വരും, എന്നെ ബാക്കിൽ നിന്ന് ക്രിസ്ത്യൻ വരും, പിന്നെ പോക്കടക്കൂല. വാ ചോദിച്ചില്ലേ? എങ്ങനെയുണ്ട് മോളെ കറിയൊക്കെ? എന്ത് പറ്റി? ആകെ വിഷമിച്ചിരിക്കുന്നില്ല. ഒന്നുമില്ല പപ്പ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോള് പറഞ്ഞോ. ഇല്ല, ഒന്നുമില്ല. ഏയ് അതൊന്നുമല്ല, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങളോട് പറ. ഇവൻ നിന്നെ വഴക്കെന്തെങ്കിലും പറഞ്ഞേടി? അയ്യോ, ഞാൻ ഒന്നിനും ഇല്ലേ. പിന്നെന്തേ കൊച്ചിങ്ങനെ ഇരിക്കുന്നത്? എനിക്കറിയാം, ഞാൻ വേണേ പറയാം. എന്താ? അല്ല, അപ്പൊ ഓഫീസിൽ എവിടെ ആ കൃത്യം കിടന്ന് വരെ അലമ്പായിരുന്നു. അയ്യോ അതെന്തിന്? അഹങ്കാരം കണ്ടിന്, അത് തന്നെ അല്ലാതെ തോന്നുന്നു. ആഹാ, എന്റെ അഹങ്കാരം കൊണ്ട് വഴക്കുണ്ടായത് അല്ലാതെ ടോം. എന്റെ പൊന്നു പപ്പേ, ഞങ്ങൾ വഴക്കാണതിന്റെ മെയിൻ റീസൺ ഈ ടോമാണ്. ഞാൻ തോന്നിയത് ടോമിന് ജോലി നോക്കി മര്യാദയ്ക്ക് നടക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ പിന്നെ ആരെ കാര്യം നോക്കണം, എന്റെ കാര്യമല്ലാതെ. പപ്പേ, ക്രിസ്റ്റീനും ഈ ടോമും തമ്മിൽ ഇഷ്ടത്തില്ല. എന്തുവാടാ ഈ കേൾക്കുന്നേ? എന്റെ അപ്പൊ ചുമ്മാ പറയണത് ഇവള്. ഞാൻ ചുമ്മാതാ പറയുന്നത്. എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത് ഓഫീസിൽ അമൽ സാറാ. അവൻ പറഞ്ഞാണ് കേട്ടോണ്ട് എന്റെ അടുത്ത് ചോദിക്കണത്. അവൻ ആര്? എന്റെ മോളെ വല്ലവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്നു മമ്മി, വല്ലവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ നടന്നിട്ടില്ല അവരങ്ങനെ പറയുന്നത്. അങ്ങനെ നടക്കാൻ ഈ ടോം നടന്നിട്ടല്ലേ? എന്താണ് വന്നു? നീ ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോണ ഇതിന് വേണ്ടിട്ടാണ് ഓഫീസിൽ ആണോ? അപ്പൊ ഇത് കേട്ടോണ്ട് ചുമ്മാ സംസാരിക്കല്ലോ. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അണ്ട, ഞാൻ ഒരു കാര്യം പറയാം. ഒരു കല്യാണം കഴിച്ചു, അതെങ്ങനെ നടത്തുന്നതിനെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. വേറെ റിലേഷനും ചെന്ന് ചാടുന്നതിന്റെ പേരെന്താണെന്നറിയാമോ? അവിയല. ആ, അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മര്യാദക്ക് കൊച്ചിനോട് മര്യാദക്ക് നടന്നോണം കേട്ടല്ലോ. ഇല്ല ഇടിച്ചിന്റെ പരിപ്പിളക്ക് ഞാൻ. വെറുതെ കൊച്ചിനെ വിഷമിപ്പിക്കില്ല കേട്ടല്ലോ. ആ, എനിക്ക് മതി. അപ്പൊ ഞാൻ പറഞ്ഞത് അയ്യോ നീ പറയാനും വേണ്ട. എനിക്ക് നിന്റെ രാത്രി പ്രസംഗം കേൾക്കാനല്ലേ നേരം. മമ്മിയാക്ക് ഞാൻ പറയാം. ഒന്ന് പോടെ ഇറക്കാം. എടി മോളെ, നീ ഓഫീസിൽ എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയണോട്ടാ. ഈ ചക്കനെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല. വേഷം കിട്ടും. ഞാൻ കാണിച്ചു തരാം നിന്നെ. ആടാ, ഈ കൊച്ചിനെ പൊന്നു പോലെ നോക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ആ, എന്ത് നോക്കുന്നേ? തൃപ്തിയായ ഈ കാലത്ത് വന്നു കയറിയപ്പോ ഉള്ള സമ്മാനം കൂടെ പോയല്ല. വീട്ടുകാരും മിണ്ടല്ലോ.